ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൈനറ്റിക് തിയറി എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ at low pressure and high temperature. അതായത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആണല്ലോ. അതായത് PV = nRT എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്യാസാണ് എന്ത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി എപ്പോഴാണ് കാണിക്കുകയെന്ന് വെച്ചാൽ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആയിരിക്കും. ഇത് ഒരു മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ കൈനറ്റിക് തിയറി, അതിൻ്റെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താ? ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ ഇൻ ഓഫ് ലാർജ് number of molecules which are molecules അതായത് which are random in motion. അതായത് ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ്? റാൻഡം മോഷനിലാണ്. which are random in motion. അതാണ് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്. അതായത് ഗ്യാസ് എന്ന് പറയുന്നത് കുറേ ഗ്യാസ് മോളിക്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. കുറേ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു കളക്ഷന്, അതിൻ്റെ ഒരു കൂട്ടത്തിന് നമ്മൾ ഗ്യാസ് എന്ന് വിളിക്കുക. ആ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ്? റാൻഡം മോഷനിലാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? സൈസ് ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. സൈസ് ഓഫ് ദ മോളിക്യൂൾ എന്താണ്? സൈസ് ഓഫ് ദി മോളിക്യൂൾ എന്താണ്? നെഗ്ലിജിബിൾ ആണ്. സൈസ് ഓഫ് ദി മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. അതായത് ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണ്. അതാണ് പറയുന്നത്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് നെഗ്ലിജിബിൾ. അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മോഷനിലാകുമ്പോൾ പരസ്പരം ഇടിക്കുക ചെയ്യുമല്ലോ, അതായത് ഇൻട്രാക്ട് ചെയ്യുമല്ലോ. അവരുടെ ഇൻട്രാക്ഷൻ എന്താണ്? ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്താണ്? അതും നെഗ്ലിജിബിൾ ആണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ. നെക്സ്റ്റ് പോയിൻ്റാണ്, ഇവർ പരസ്പരം ഇങ്ങനെ റാൻഡം മോഷനിലാണ് പറഞ്ഞല്ലോ. അപ്പോൾ അവർ കൂട്ടിയിടിക്കും. ആ കൂട്ടിയിടി എന്താ വെച്ചാൽ ഇലാസ്റ്റിക് ആണ്. അവരുടെ ഉണ്ടാകുന്ന കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതായത് ദ മോളിക്യൂൾസ് മേക്ക് ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ടോട്ടൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയൊക്കെ എന്താണ്? കൺസേർവ്ഡ് ആണ്. അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ എന്നാണ് അടുത്തത്. കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഗ്യാസിൻ്റെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ്ലേറ്റ്സ്. ഫസ്റ്റ് പറഞ്ഞത് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആയിരിക്കും. പിന്നെ പറഞ്ഞത് കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ്. അതായത് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് എന്തായിരുന്നു? ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഗ്യാസ് എന്ന് പറയുന്നത് കുറേ ചെറിയ മോളിക്യൂൾസ് കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ആ മോളിക്യൂൾസ് എങ്ങനെയാണ്? റാൻഡം മോഷനിലാണ്. അടുത്ത പോയിന്റ് പറയുന്നത് സൈസ് ഓഫ് ദ മോളിക്യൂൾ എന്താണ്? വളരെ ചെറുതാണ്. മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുപോലെ ഇൻട്രാക്ഷൻ എന്താണ്? നെഗ്ലിജിബിൾ ആണ്. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞത് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊമെൻറ്റവും കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ പറഞ്ഞത് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്.
നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസ് ഒരു എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് അല്ല, ഏരിയ ആണ്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ വാള്. ഈ രണ്ട് സൈഡിൽ നിന്നും എക്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോളിക്യൂള് വരുന്നുണ്ട്. അതായത് ഈ എം എന്നുള്ള മോളിക്യൂള് ഈ എക്സ് ഡയറക്ഷനിൽ ഈ പാത്തിലൂടെ വന്ന് ഈ വാളിൽ തട്ടി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗർ. ഈ വി എക്സ് കാണിച്ചതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡർ ദ മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ. ഫസ്റ്റ് നമ്മൾ എഴുതുന്നു കൺസിഡർ ദ മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ. അതായത് എക്സ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, മോളിക്യൂൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞു മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ ബൈ വൺ മോളിക്യൂൾ. അതായത് മൊമെൻറ്റം ഇമ്പാർട്ടഡ് to the wall by one molecule, that's equal to 2mvx. അതായത് ഒരു മോളിക്യൂള് വന്നിടിക്കുന്ന ആ വാളിലേക്ക് കൊടുക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, 2mvx ആണ്. 2mvx. എം എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ മാസിനെ കാണിക്കാനാണ് കേട്ടോ. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, ഇവിടെ -Vx, അതായത് ഇവിടെ ഒരു Vx ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് -mvx -mvx ആകും. അതായത് -2mvx ആകും. ഇവിടെ നമ്മൾ എടുക്കുന്ന മൊമെൻറ്റം എന്താണ്, പോസിറ്റീവ് ആയിട്ടാണ്. അതുകൊണ്ട് 2mvx എന്ന് വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റിങ്സ് ദ വാൾ അറ്റ് ഡെൽറ്റ ടി ടൈം. അതായത് ഡെൽറ്റ ടി ടൈമിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് വാളിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവെന്ന് പറയുന്നത് ½ N AVX∆T എന്ന് കൊടുത്തു. ½ N AVX∆T എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത മൊമെൻറ്റവും, നേരത്തെ മൊമെൻറ്റം ഡിറൈവ് ചെയ്യുന്നില്ല, മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ ബൈ വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂള് ഇമ്പാർട്ട് ചെയ്ത മൊമെൻറ്റം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ചെയ്താൽ ടോട്ടൽ മോളിക്യൂൾസ് കൊടുക്കുന്ന മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു മോളിക്യൂൾ കൊടുക്കുന്ന മൊമെൻറ്റാണിത്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിൻ്റെ എണ്ണാണിത്, ½ N AVX∆T. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Q = NmAV²x∆T എന്ന് കിട്ടും. NmAV²x∆T എന്ന് കിട്ടും. നമുക്കറിയാം ഫോഴ്സ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. F = Q/T എന്ന് ഡിഫൈൻ ചെയ്യാം. Q/T, അതായത് Q എന്ന് പറയുന്നത് NmAV²x∆T ആണ്. അതിനൊരു ∆T കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ∆T പോയിട്ട് ഫോഴ്സ് = NmAV²x എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രഷറിനെ കാണണം. നമുക്ക് പ്രഷറാണല്ലോ കാണേണ്ടത്. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കാണണം. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതായത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് NmAV²x ആണ് നമ്മുടെ ഫോഴ്സ്. അതിനെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും, P = NmV²x എന്ന് വരും. അതായത് ഇത് 1 ഡയമെൻഷനിലാണ് കിട്ടിയത്, നമുക്ക് എന്താണ് സ്പേസിലാണ്, അതായത് 3 ഡയമെൻഷനാണ്. അപ്പോൾ എന്ത് വരും, P = 1/3 NmV²² എന്ന് ഫൈനൽ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കും.